സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. ഇത് പേൾ ക്രീമും നല്ലൊരു അക്വ ഗ്രീനും കൂടിയാണ് സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതിൽ ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു കാന്ത വർക്കിന്റെ ആ ഒരു പാറ്റേണിൽ ഫുൾ ത്രെഡ് വർക്കും അതിൽ ബാദല മിറർ വർക്കും വരുന്നുണ്ട് സാരിയിൽ. ഇതായിരിക്കും സാരി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ട്രാൻസ്പെറൻസി ഇല്ല, നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ്. അതിൽ ആ ഒരു അക്വ ഗ്രീനിൽ തന്നെയുള്ള ബോർഡർ വന്നിട്ട് ആ ഒരു ത്രെഡ് വെച്ചിട്ടായിരിക്കും കാന്ത വർക്ക് വരുന്നത്. കൂടാതെ ഒരു പേസ്ലി ഡിസൈൻസിലുള്ള മോട്ടീവ്സും വരുന്നുണ്ട് സാരിയിൽ. ഇതായിരിക്കും ബോർഡർ വരുന്നത്. ലൈൻസ് വന്നിട്ട് സെയിം ആ ഒരു അക്വ ഗ്രീനിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ബോഡിയിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു പേൾ ക്രീമിൽ തന്നെ നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ട് ഒരു ആരി വർക്കിന്റെ പാറ്റേണിലാണ് ഈ ഒരു വർക്ക് വന്നിട്ട് അതിന്റെ മിഡിൽ വരുമ്പോൾ ബാദല മിറർ വർക്ക് ആയിരിക്കും വരുന്നത്. ഫുൾ ബോഡി ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും. സെയിം ടോണിൽ തന്നെ ആ ഒരു സർക്കുലർ മോട്ടീവ്സും ത്രെഡ് വർക്കിൽ വന്നിട്ട് ബാദല മിറർ വർക്ക് വരുന്നുണ്ട്. പല്ലു ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസും ആ ഒരു പേസ്ലി മോട്ടീവ്സും ആയിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. സെയിം ഇതേ ലൈൻസിൽ തന്നെയാണ് ബ്ലൗസും വരുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുന്ന ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെ വിത്ത് ബോർഡർ ആയിട്ടാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ഇത് വരുന്നത് ഒരു പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ബേബി പിങ്കും പേൾ ക്രീമും കൂടിയാണ് കോമ്പിനേഷൻ. വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു പേൾ ക്രീമിൽ തന്നെ അരി വർക്കിലായിരിക്കും. ബോഡിയിൽ ആ ഒരു ത്രെഡ് വർക്കും അതിൽ ബാദല മിറർ വർക്കും വരുന്നുണ്ട്. ബോർഡർ വരുമ്പോൾ കാന്ത വർക്കിലായിരിക്കും വരുന്നത്. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ പേസ്ലി മോട്ടീവ്സിലായിരിക്കും ബോർഡറും പല്ലുവും വരുന്നത്. സ്ട്രൈപ്പ് പാറ്റേൺ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പെൻസിൽ ഗ്രേ ആണ്. പേൾ ക്രീമും പെൻസിൽ ഗ്രേയും കൂടിയാണ് ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ പേൾ ക്രീമിൽ തന്നെ ഫുൾ ആരി വർക്കിൽ ഒരു ബാദല മിറർ വർക്കിലായിരിക്കും ബോഡി വരുന്നത്. രണ്ട് സൈഡിലും ഒരു ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോർഡർ വന്നിട്ട് അതിൽ കാന്ത വർക്കിന്റെ പാറ്റേണിലുള്ള ത്രെഡ് വർക്കിലായിരിക്കും. ഇതിൽ വരുമ്പോൾ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടാണ് ഒരു കാന്ത സ്റ്റിച്ച് വരുന്നത്. റണ്ണിങ് പല്ലു, സ്ട്രൈപ്പ് ഡിസൈൻസ് ആൻഡ് സ്ട്രൈപ്പ് പാറ്റേണിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും നമുക്ക് വിഷുവിനെല്ലാം ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇന്നത്തെ കളക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വിഷുവിന് പറ്റുന്ന സാരീസ് ആയിരുന്നു. ഇത് വരുന്ന സെമി ടെസറിൽ പേൾ ക്രീം തന്നെയാണ് സാരി വരുന്നത്. ഇതിൽ ഓഫ് വൈറ്റ് ത്രെഡിലായിരിക്കും ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന സാരിയിൽ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ല സാരിയാണ്. അതിലൊരു സിക്സ് ആക്ക് പാറ്റേണിലുള്ള അല്ല ഒരു വേവി ഡിസൈനിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഒരു വൈറ്റ് ത്രെഡിന്റെ വേവി പാറ്റേണിലുള്ള ബോർഡർ വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ബോഡി വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. നമ്മൾ ഡേ ലൈറ്റ് ആയതുകൊണ്ടാണ് വീഡിയോയിൽ സാരി കുറച്ച് ഫ്ലാഷി ആയിട്ട് തോന്നുന്നത് കേട്ടോ. കുറച്ചൊരു ഷിമറിങ് ആയിട്ട് തോന്നുന്നുണ്ട്. സാരി ഫ്ലാഷി അല്ല, സെമി ടെസറാണ്. മാറ്റ് ഫീലാണ് സാരി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്, നല്ല റിച്ച് ആയിട്ടുള്ള പാറ്റേണിലാണ് സാരിയുടെ മുന്താണി. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം അതേ ബോഡിയിൽ സാരിയിൽ വരുന്ന അതേ ആ ഒരു വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നത്. ത്രെഡ് വർക്കിലായിരിക്കും സ്ലീവ് വരുന്നത്. കളർ എല്ലാ സാരീസും പേൾ ക്രീം തന്നെയാണ് ഇനി വരുന്നത്. ആ ഒരു ഡിസൈൻസ് മാറി മാറി വരും. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ഓരോ ഡിസൈനിലും. ഓരോ ഡിസൈനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇത് സെക്കൻഡ് ഡിസൈൻ ആണ്. കൊച്ചു വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ ഓരോ പാറ്റേണും തമ്മിൽ. ഇതായിരിക്കും ബോഡിയിൽ വരുന്നത്. ഓർഡർ വരുമ്പം ഈ ഒരു സ്റ്റൈലിലാണ്. ഈ സാരിയുടെ മുന്താണി ഇതായിരിക്കും. പല്ലുവിൽ ഈ ഒരു മോട്ടീവ്സാണ് വരുന്നത്. വൈറ്റ് ത്രെഡിലായിരിക്കും ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ. ബോഡി കംപ്ലീറ്റ് ആ ഒരു പേസ്ലി ഡിസൈൻസിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ മോട്ടീവ്സ് ആയിരിക്കും. മുന്താണി കംപ്ലീറ്റ് വന്നിട്ട് ബോഡിയിൽ വരുമ്പം ആ ഒരു ഫ്ലോറൽ പാറ്റേണിലായിരിക്കും. ബ്ലൗസ് ഈ ഒരു സ്റ്റൈലിലാണ്. ബ്ലൗസിന്റെ ആ ഒരു ബോർഡറിൽ വരുമ്പം ബോഡിയിൽ വരുന്നതിനേക്കാളും കുറച്ചുകൂടി വൈഡ് ആയിട്ടായിരിക്കും ബ്ലൗസിൽ ആ ഒരു ബോർഡറിൽ വർക്ക് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വീണ്ടും ഫ്ലോറൽ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത്. ബോഡി, ബോർഡർ, മുന്താണി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പല്ലുവിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്. സാരിയുടെ കളറ് പേൾ ക്രീമാണ്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ത്രെഡിന്റെ കളർ വരുന്നത് വൈറ്റ് ആയിരിക്കും. ഓഫ് വൈറ്റിലാണ് വരുന്നത്. ബ്ലൗസ് സെയിം പാറ്റേൺ തന്നെയായിരിക്കും. എല്ലാ സാരീസിനും പ്ലെയിൻ ബോഡി വന്നിട്ട് ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈനാണ് വരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസേ ഓരോ ഡിസൈനും ഉള്ളൂ. ഇത് വരുന്ന ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ഇതിന്റെ പല്ലു വരുമ്പോൾ ഇതാണ് മുന്താണി. അതേ ബോഡിയിൽ വരുന്ന മോട്ടീവ്സ് തന്നെ കുറച്ചുകൂടി തിക്കായിട്ടായിരിക്കും മുന്താണിയിൽ വരുമ്പോൾ. മുന്താണിയുടെ എൻഡിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലിലുള്ള വർക്കും വരുന്നുണ്ട്. ഇതാണ് പല്ലുവിൽ എൻഡിൽ വരുമ്പം വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് ഡിസൈൻ ആ ഒരു ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും. ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ബോഡിയിൽ വരുന്നത്. വിത്ത് ബോർഡർ, മുന്താണി ഈ ഒരു പാറ്റേണിലാണ് പല്ലുവിൽ ആ ഒരു വർക്ക് വരുന്നത്. ഒരു ഗോബി ഡിസൈനിന്റെ പാറ്റേണിൽ ഫ്ലോറൽ മോട്ടീവ്സ് ആണ് പല്ലു വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് ഡിസൈൻ വീണ്ടും ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഫ്ലാഷി ആയിട്ട് തോന്നുന്നത്. സാരി വരുന്നത് മാറ്റ് ഫീലിലാണ്, ഒട്ടും ഗ്ലോസി അല്ല കേട്ടോ. സെമി ടെസറാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. പേൾ ക്രീമിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്.
എൻറ്റയർ ബോഡി. ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലിലാണ്. പല്ലു ഇതായിരിക്കും മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ബ്ലൗസ് സാരിയിൽ വരുന്ന ആ ഒരു ബോർഡർ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബോഡിയിൽ ഈ ഒരു മോട്ടീവ്സ്, ബോർഡർ, മുന്താണി ഈ ഒരു പാറ്റേണിലാണ് പല്ലുവിൽ ആ ഒരു വർക്ക് വരുന്നത്. ബ്ലൗസ് സെയിം സ്റ്റൈലിൽ തന്നെ ഇതായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത് ബ്ലൗസിൽ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. വിഷു കളക്ഷൻ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാം, നമുക്ക് അതല്ലാതെയും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഇത് ലാസ്റ്റ് സാരി കേട്ടോ. ഇതിലും ഫ്ലോറൽ മോട്ടീവ്സ് തന്നെ ആയിരിക്കും. ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലോറൽ മോട്ടീവ്സ്, ബോർഡർ, മുന്താണി ഈ ഒരു പാറ്റേണിലാണ് പല്ലുവിൽ ഒരു വർക്ക് വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ ബോഡി വന്നിട്ട് ഇതേ സ്റ്റൈലിൽ തന്നെയുള്ള ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും.